ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം ഷഷ്ഠസ്കന്ധം 12 അധ്യായഃ. 12ാമത്തെ അധ്യായത്തിൽ ധീരനായ വൃത്രാസുര വധത്തെക്കുറിച്ചാണ് പറയുന്നത്. 1ാമത്തെ ശ്ലോകം. ഏവം ജിഹാസുഹു നൃപ ദേഹം ആജൗ മൃത്യും വരം വിജയാത് മന്യമാനഃ ശൂലം പ്രഗൃഹ്യ അഭ്യപതത് സുരേന്ദ്രം യഥാ മഹാപുരുഷം കൈടഭഃ അപ്സു. ഹേ നൃപ, രാജാവേ, ഏവം ഇപ്രകാരം ആജൗ യുദ്ധത്തിൽ വെച്ച് ദേഹം തൻ്റെ ശരീരത്തെ ജിഹാസുഹു ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനും തൻ്റെ വിജയാത്ത് വിജയത്തേക്കാൾ മൃത്യും മരണത്തെ വരം ശ്രേയസ്കരമെന്ന് മന്യമാനഃ കരുതുന്നവനും ആയിട്ടുള്ള ആ വൃത്രാസുരൻ ഏതുപോലെ മഹേന്ദ്രന്റെ ഇന്ദ്രന്റെ നേർക്ക് പാഞ്ഞു ചെന്നു എന്ന് പറയുന്നു. പണ്ട് അപ്സു ആ പ്രളയജലത്തിൽ വെച്ച് കൈടഭഃ മധുകൈടഭന്മാരിലെ കൈടഭാസുരൻ എങ്ങനെയാണോ മഹാപുരുഷം മഹാവിഷ്ണുവിനെ ശൂലായുധം എടുത്ത് മഹാവിഷ്ണുവിന്റെ നേർക്ക് എങ്ങനെയാണോ പാഞ്ഞു ചെന്നത്, അതുപോലെ യഥാ എന്നതുപോലെ ഈ വൃത്രാസുരൻ ശൂലം തൻ്റെ ശൂലായുധത്തെ പ്രഗൃഹ്യ കയ്യിലെടുത്ത് മഹേന്ദ്രം അഭ്യപതത് ഇന്ദ്രന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. ഇപ്പോൾ വൃത്രാസുരൻ മരിക്കാൻ തയ്യാറായി എങ്കിലും യുദ്ധം ചെയ്ത് തന്നെ മരിക്കണം എന്നാണ്. അല്ലാതെ ഞാൻ വെറുതെ നിൽക്കാം, നീ വന്ന് എന്നെ കൊന്നോളൂ എന്ന് പറയുന്നതും ഒരു ധീരന് ചേർന്നതല്ല. അതുകൊണ്ട് ആദ്യം വൃത്രാസുരൻ തന്നെ അതിന് തുടക്കം കുറിക്കുന്നത് പോലെ ശൂലായുധവും ഏന്തി ഇന്ദ്രന്റെ നേർക്ക് പാഞ്ഞെടുത്തു. 2ാമത്തെ ശ്ലോകം. തതഃ യുഗാന്ത അഗ്നി കഠോര ജിഹ്വം ആവിധ്യ ശൂലം കരസാ അസുരേന്ദ്രഃ ക്ഷിപ്വാ മഹേന്ദ്രായ വിനദ്യ വീരോ ഹതഃ അസി പാപ ഇതി രുഷാ ജഗാദ. തതഃ അനന്തരം വീരഃ അസുരേന്ദ്രഃ വീരനായ ആ അസുരാധിപൻ യുഗാന്ത അഗ്നി കഠോര ജിഹ്വം കൽപ്പാന്തകാല അഗ്നിയുടെ നാളം പോലെ തീക്ഷ്ണമായ മുനയുള്ള തൻ്റെ ശൂലം, ആ ശൂലത്തെ തരസാ ബലത്തോടെ ആവിധ്യ ആദ്യമൊന്ന് ചുഴറ്റിയിട്ട് മഹേന്ദ്രായ ക്ഷിപ്വ ദേവേന്ദ്രന്റെ നേർക്ക് എറിഞ്ഞ് വിനദ്യ അട്ടഹാസം മുഴക്കിയിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പാപ, എടോ മഹാപാപി, ഹതഃ അസി, നീത കൊല്ലപ്പെട്ട് കഴിഞ്ഞു, ഇതി രുഷാ ജഗാദ. ഇങ്ങനെ കോപത്തോടെ പറഞ്ഞിട്ടാണ് ആ ശൂലം ഇന്ദ്രന്റെ നേർക്ക് പ്രയോഗിച്ചത്. എന്നാൽ ആ ശൂലായുധത്തെ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് മുറിച്ചു എന്ന് പറയുന്നു. 3ാമത്തെ ശ്ലോകം. ഖേ ഖ ആപതത് വിചലത് ഗ്രഹ ഉത്കവത് നിരീക്ഷ്യ ദുഷ്പ്രേക്ഷ്യം അജാതവിക്ലവഃ വജ്രേണ വജ്രീ ശതപർവണ അച്ഛിനത് ഭുജം ച തസ്യ ഉരഗരാജ ഭോഗം. ഖേ, ഈ ശൂലായുധം ആകാശത്തിൽ വിചലത് കറങ്ങിക്കൊണ്ട് ആപത് തൻ്റെ നേരെ പാഞ്ഞു വരുന്നതും ഗ്രഹ ഉൽക്കവത് ഒരു കൊള്ളി നക്ഷത്രം പോലെ ദുഷ്പ്രേക്ഷ്യം നോക്കുവാൻ പ്രയാസമുള്ളതുമായ തത് നിരീക്ഷ്യ അതിനെ കണ്ടിട്ട്, എന്നാൽ അത് കണ്ടിട്ടും ഇന്ദ്രന് യാതൊരു പേടിയും തോന്നിയില്ല, കാരണം തൻ്റെ കയ്യിൽ വജ്രായുധം ഉണ്ട് എന്നതിനാൽ. അങ്ങനെ അജാത വിക്ലവഃ യാതൊരു അമ്പരപ്പും ഉണ്ടാവാത്ത വജ്രീ വജ്രം കയ്യിലുള്ളവൻ, വജ്രായുധം കയ്യിലുള്ള വജ്രീ ദേവേന്ദ്രൻ. ഇനി ആ വജ്രത്തിന്റെ പ്രത്യേകത എന്നാൽ ശതപർവണ 100 മുള്ള ആയുധം ഉള്ളതുപോലെ അങ്ങനെയുള്ള വജ്രേണ ആ വജ്രായുധം കൊണ്ട്
ഈ ശൂലായുധത്തെ അച്ഛിനത് മുറിച്ചു കളഞ്ഞു. മാത്രമല്ല അവന്റെ കൈത്തണ്ടയെയും, ഈ വൃത്രാസുരന്റെ കൈത്തണ്ടയെയും മുറിച്ചു. ആ കൈത്തണ്ട എങ്ങനെയുള്ളതായിരുന്നു? ഉരഗരാജഭോഗം, സർപ്പരാജാവായ വാസുകിയുടെ ഉടൽ പോലെ അത്രയും തടിച്ചു കൊഴുത്ത അവന്റെ തസ്യ ആ വൃത്രാസുരന്റെ ഭുജം ച കൈത്തണ്ടയെയും അച്ഛിനത് മുറിച്ചു. അപ്പോൾ വൃത്രാസുരൻ എയ്ത ശൂലായുധത്തെ മാത്രമല്ല അവന്റെ കൈത്തണ്ടയെയും ഈ വജ്രായുധം കൊണ്ട് ദേവേന്ദ്രൻ മുറിച്ചു കളഞ്ഞു. ഇങ്ങനെ വജ്രായുധം കൊണ്ട് ആ വൃത്രാസുരന്റെ ഒരു കൈ മുറിഞ്ഞു, ആ കൈത്തണ്ട മുറിഞ്ഞിരിക്കുകയാണ്. 4-ാമത്തെ ശ്ലോകം. ഛിന്ന ഏകബാഹുഃ പരിഘേണ വൃത്രഃ സംരബ്ധ ആസാദ്യ ഗൃഹീത വജ്രം ഹനൗ തതാട ഇന്ദ്രം അധ അമര ഇഭം അമരേഭം വജ്രം ച ഹസ്താത് ന്യപതത് മഘോനഃ. ഛിന്ന ഏകബാഹുഃ ഒരു കൈ അറ്റുപോയ വൃത്രഃ വൃത്രാസുരൻ സംരംഭഃ അതിക്രുദ്ധനായിട്ട് ഗൃഹീത വജ്രം ആ വജ്രായുധം എടുത്തു നിൽക്കുന്ന ഇന്ദ്രനെ മറ്റേ കൈ കൊണ്ട് പരിഘേണ ആ കയ്യിൽ ഒരു ഇരുമ്പ് ദണ്ട് എടുത്തിട്ട് ഇന്ദ്രന്റെ ഹനൗ കന്നത്തിൽ തതാട അടിച്ചു. അതിനുശേഷം അമര ഇഭം എന്നാൽ ആന, അമരൻ ദേവന്മാരുടെ അല്ലെങ്കിൽ ദേവേന്ദ്രന്റെ ആന ഐരാവതം, ആ ഐരാവതത്തെയും ഇങ്ങനെ അടിച്ചപ്പോൾ മഘോനഹ ഇന്ദ്രന്റെ ഹസ്താത് കയ്യിൽ നിന്ന് വജ്രം ച ന്യപതത് ആ വജ്രായുധം താഴെ വീണു. ഒരു കൈത്തണ്ട അറുക്കപ്പെട്ടിട്ടും ധൈര്യം ചോരാതെ നിന്ന വൃത്രാസുരൻ ഒരു ഇരുമ്പ് ദണ്ടുകൊണ്ട് മുഖത്തടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രന്റെ മുഖത്തടിച്ചു, അതിനുശേഷം ഐരാവതത്തെയും അടിച്ചു. അങ്ങനെ പെട്ടെന്ന് ഭ്രമിച്ചു പോയ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് വജ്രായുധം താഴെ വീണു. ഇതേ സമയം എല്ലാവരും വൃത്രാസുരന്റെ ആ ധൈര്യത്തെ അഭിനന്ദിക്കുകയാണ്. അല്ലാതെ സാധിക്കുന്നില്ല, അത്ര ധീരനാണ് താനെന്ന് വൃത്രാസുരൻ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 5-ാമത്തെ ശ്ലോകം. വൃത്രസ്യ കർമ്മ അതിമഹാദ്ഭുതം തത് സുരാസുരാഹ ചാരണ സിദ്ധസംഘാഹ അപൂജയൻ തത് പുരുഹൂത സങ്കടം നിരീക്ഷ്യ ഹാ ഹാ ഇതി വിചുക്രുഷുഹു ഭൃശം. അതിമഹാദ്ഭുതം, അത്രയും ആശ്ചര്യകരമായ വൃത്രസ്യ തത് കർമ്മ വൃത്രാസുരന്റെ ആ പ്രവൃത്തിയെ സുരാസുരാഹ ദേവന്മാരും അസുരന്മാരും ചാരണ സിദ്ധസംഘാഹ ചാരണന്മാർ സിദ്ധന്മാർ എന്നിവരുടെ സംഘങ്ങളും അപൂജയൻ ആദരിച്ച് അഭിനന്ദിച്ചു. അതേസമയം തത് പുരുഹൂത സങ്കടം പുരുഹൂതൻ ഇന്ദ്രന് നേരിട്ട ആ സങ്കടാവസ്ഥയെ കണ്ടിട്ട് നിരീക്ഷ്യ ഹാ ഹാ അയ്യോ കഷ്ടം എന്ന് ഭൃശം ഒരുപാട് വിചുക്രുഷുഹു നിലവിളി കൂട്ടുകയും ചെയ്തു. ഒരേ സമയം വൃത്രാസുരന്റെ ആ മഹത്തായ പ്രവൃത്തിയെ അഭിനന്ദിച്ചു. എന്നാൽ ഇന്ദ്രന്റെ അവസ്ഥ കണ്ട് അവരൊക്കെ നിലവിളിക്കുകയും ചെയ്തു. തന്റെ കയ്യിൽ നിന്ന് വജ്രായുധം വളരെ അനായാസമായിട്ട് താഴെ വീഴിച്ചതിൽ അതിലുള്ള ആ വൃത്രാസുരന്റെ ധൈര്യം കണ്ടിട്ട് പിന്നീട് ഇന്ദ്രന് പോര് തുടരാൻ സാധിക്കുന്നില്ല. കാരണം ഈ ദേവന്മാർക്കൊന്നും മനോബലമില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ജീവിതത്തിൽ വളരെ അപൂർവമായിട്ടേ വിഷമങ്ങൾ വരാറുള്ളൂ. അവരൊക്കെ സത്യം പറഞ്ഞ ഈ കോടീശ്വരന്മാരുടെ ഒരു തലത്തിലുള്ളവരാണ്. സാധാരണക്കാർക്ക് എപ്പോഴും വിഷമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊന്നും പിന്നെ തളരാറില്ല. അതേസമയം കുറേ നാൾ പണവും പ്രതാപവും അനുഭവിച്ച് ജീവിച്ച് വന്ന ഒരാൾക്ക് അത്ര പെട്ടെന്നൊന്നും ഒരു ചെറിയ പനി വന്നാൽ പോലും ചിലപ്പോൾ അവർ തളർന്നു പോകും. കാരണം അത്രയും മനഃശക്തി അവർക്കില്ല. ഇതേപോലെയാണ് ഈ ദേവന്മാർ. അവർക്ക് ജീവിതത്തിൽ എപ്പോഴും സുഖമാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിരാശരാകും. അപ്പോൾ ഈ വൃത്രാസുരൻ ഇന്ദ്രനോട് പറയുകയാണ്, വിഷമിക്കേണ്ട, എടുത്ത് യുദ്ധം ചെയ്യൂ എന്ന്. അതാണ് 6-ാമത്തെ ശ്ലോകം.
ഇന്ദ്രഃ ന വജ്രം ജഗൃഹേ വിലജ്ജിതഃ ച്യുതം സ്വഹസ്താത് അരിസന്നിധൗ പുനഃ തം ആഹ വൃത്രഃ ഹരേ ഹര ആത്തവജ്രോ ജഹി സ്വശത്രും ന വിഷാദകാലഃ. തന്റെ കയ്യിൽ നിന്ന് വീണുപോയ ആ വജ്രത്തെ ഇന്ദ്രഃ ദേവേന്ദ്രൻ അരിസന്നിധൗ, അരിശത്രു, ആ ശത്രു നോക്കി നിൽക്കെ ഈ വജ്രം വീണ്ടും തിരിച്ചെടുക്കാൻ സ്വഹസ്താത് തന്റെ കയ്യിൽ നിന്ന് ച്യുതം താഴെ വീണ വജ്രം, ആ വജ്രായുധത്തെ വിലജ്ജിതഃ ആകെ നാണക്കേടായി, അതുകൊണ്ട് വീണ്ടും പുനഃ ന ജഗൃഹേ എടുത്തില്ല, എടുക്കാൻ തോന്നുന്നില്ല, അകപ്പാടെ നാണക്കേടായി. അതേസമയം വൃത്രാസുരൻ തം ആഹ ഇന്ദ്രനോട് പറയുകയാണ്, ഹരേ ഏ ഇന്ദ്ര, ലജ്ജയൊന്നും വേണ്ട, ആത്തവജ്രഹ എടുക്കൂ, ആ വജ്രായുധം എടുക്കൂ, എന്നിട്ട് സ്വശത്രും നിന്റെ എതിരാളിയായി നിൽക്കുന്ന എന്നെ ജഹി കൊല്ലൂ. ഇത് വിഷാദകാലഹന, ഇത് വിഷമിച്ചിരിക്കാനുള്ള സമയമല്ല, യുദ്ധമാണിത്. ഇവിടെ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കാനൊന്നും സമയമില്ല. ഇതൊക്കെ നടക്കും, യുദ്ധമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ വേഗം യുദ്ധം ചെയ്തിട്ട് എന്നെ കൊല്ലൂ എന്ന് വീണ്ടും ധൈര്യം കൊടുക്കുന്നത് ഈ വൃത്രാസുരനാണ്. വീണ്ടും വൃത്രാസുരൻ ഒരു കാര്യം ഇന്ദ്രനെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ പോലുള്ള അജ്ഞരായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിതത്തിൽ ജയവും പരാജയവും അതൊക്കെ സർവ്വസാധാരണമാണ്. അങ്ങനെ ഇല്ലാത്ത ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ, അത് സർവേശ്വരനാണ്. അതുകൊണ്ട് ഇടക്കൊക്കെ ഇങ്ങനെ തോറ്റു എന്ന് കരുതി വിഷമിക്കുകയൊന്നും ചെയ്യരുത്, അതിൽ നിന്ന് വീണ്ടും എഴുന്നേൽക്കണം. അതാണ് 7ാമത്തെ ശ്ലോകം. യുയുത്സതാം കുത്രചിത് ആതതായിനാം ജയഃ സദാ ഏകത്ര ന വൈ പരാത്മനാം വിനാ ഏകം ഉത്പത്തിലയസ്ഥിതീശ്വരം സർവജ്ഞം ആദ്യം പുരുഷം സനാതനം. ഉത്പത്തിലയ സ്ഥിതി ഈശ്വരം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ നിയന്താവായി, സർവജ്ഞം എല്ലാം അറിയുന്നവനായി, ആദ്യം ആദിയിൽ ഇവിടെയുള്ള പുരുഷം സകലരുടെയും അന്തര്യാമിയായി, സനാതനം നിത്യനുമായിട്ട് ഇരിക്കുന്ന ആ പരമപുരുഷനല്ലാതെ ഏകം വിന, ആ പരമപുരുഷൻ ഇവിടെ ഒന്നിനും അധീനനല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും തോൽവിയില്ല. അതേസമയം പരാത്മനാം, നമ്മളൊക്കെ പരാധീനന്മാരാണ്. അങ്ങനെ പരാധീനന്മാരായി ആതതായിനാം, നമ്മോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവരോട് ആയുധമെടുത്തുകൊണ്ട് യുയുത്സതാം, യുദ്ധത്തിന് മുതിരുന്നവർക്ക് കുത്രചിത്, എവിടെയെങ്കിലും, ഏകത്ര ഒരിടത്ത് വെച്ച്, ജയഹ ചിലപ്പോൾ വിജയിക്കാം, എന്നാൽ സദാനവൈ എപ്പോഴും ഒരാൾ ജയിച്ചുകൊണ്ടിരിക്കും എന്നൊന്നും വിചാരിക്കരുത്. ജയവും തോൽവിയും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇത് ജീവിതമാണ്, നമ്മളൊക്കെ നമ്മുടെ വിധിക്ക് അധീനരാണ്. അതുകൊണ്ട് തോറ്റു എന്ന് കരുതി ഇങ്ങനെ വിഷമിക്കാതിരിക്കൂ, വീണ്ടും ഉശിരോടെ യുദ്ധം ചെയ്യൂ ഇന്ദ്ര. ഇനി ആ ഉപദേശം അവിടം കൊണ്ട് തീരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പരാധീനത നമുക്ക് വരുന്നത്? എന്തുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ കെട്ടിയിടപ്പെട്ടവരാകുന്നു? കാരണം 8ാമത്തെ ശ്ലോകം, ലോകാഹ സപാലാഹ യസ്യ ഇമേ ശ്വസന്തി വിവശാഹ വശേ ദ്വിജായിവ ശിചാബദ്ധാഹ സകാലൈഹ കാരണം. ശിചാബദ്ധാഹ, വലകൊണ്ട് ബന്ധിക്കപ്പെട്ട, ദ്വിജാഹ ഇവ പക്ഷികളെന്നതുപോലെ, സപാലാഹ നമ്മെ പാലിക്കുന്ന ഒരു നമുക്കും മീതയായിട്ടുള്ള പാലകന്മാരോട് കൂടിയവരായ ഇമേ ലോകാഹ ഈ ജനങ്ങൾ, യസ്യ വശേ യാതൊരു പരമാത്മസ്വരൂപനായ ആ ഭഗവാന്റെ വശത്തിൽ, വിവശാഹ അവശരായിട്ട് അസ്വതന്ത്രരായിട്ട്, ശ്വസന്തി ചേഷ്ടിക്കുന്നുവോ, സഹ കാലഹ ആ ഈശ്വരൻ കാലസ്വരൂപനാണ്. അങ്ങനെയുള്ള ആ കാലസ്വരൂപനായ ഈശ്വരനാണ് നിശ്ചയിക്കുന്നത് നീ എപ്പോൾ ജയിക്കണം, എപ്പോൾ തോൽക്കണം. അങ്ങനെ ഇഹ കാരണം, ഈ ജയപരാജയത്തിൽ കാരണമായിരിക്കുന്നതും സർവാത്മാവായിട്ടുള്ള ആ ഈശ്വരനാണ്. ആ ഈശ്വരന് അധീനമാണ് ഈ ലോകം, ആ ഈശ്വരന് അധീനമാണ് എല്ലാം. പക്ഷെ
നമ്മളെ പോലുള്ള അജ്ഞരായിട്ടുള്ള പരാധീനരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ എപ്പോഴും ജയിക്കാനൊന്നും പറ്റുകയില്ല. ഈ സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നെ ദുഃഖിക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട ആവശ്യം വരുന്നില്ല. 9ാമത്തെ ശ്ലോകം. ഓജസ്സഹോബലം പ്രാണം അമൃതം മൃത്യും ഏവച തം അജ്ഞായ ജനോ ഹേതും ആത്മാനം മന്യത്തെ ജഡം. എന്നാൽ അജ്ഞാനികളായ ജനഹ, ആ ജനങ്ങൾ, തം കാലാത്മാവായ ഈശ്വരനെ നമ്മുടെ ഓജഹ ഇന്ദ്രിയ ശക്തിയായും, സഹഹ മനഃശക്തിയായും, ബലം ദേഹശക്തിയായും, പ്രാണം പ്രവർത്തന ശക്തിയായും, അമൃതം ജീവിതമായും, മൃത്യും ഏവച മരണം തന്നെയായും അജ്ഞായ. അതായത് ഈശ്വരനാണ് ഇതെല്ലാം, നമ്മുടെ ഇന്ദ്രിയ ശക്തിയായിരിക്കുന്നത്, മനഃശക്തിയായിരിക്കുന്നത്, ദേഹശക്തിയായി, പ്രവർത്തന ശക്തിയായി, നമ്മുടെ ജീവിതം തന്നെയായിട്ട്. എന്തിന്? മരണം തന്നെയായിട്ട്. കാരണം ഇതെല്ലാം ഈ കാലത്തിന്റെ സ്വാധീന ശക്തിക്കുള്ളിലാണ്. ഇത് അജ്ഞായ. ഈ സത്യത്തെ മനസ്സിലാക്കാതെ നമ്മളൊക്കെ നമ്മുടെ ശരീരത്തെ, ജഡം സ്വതന്ത്രമല്ലാത്ത ആത്മാനം ദേഹത്തെ, അല്ലെങ്കിൽ ഞാനാണ് ഇതിനെല്ലാം കാരണം എന്ന് ഹേതും മന്യത്തെ കാരണമായിട്ട് കരുതുന്നു. എന്നാൽ ഇതിനെല്ലാം കാരണം കാലശക്തിയായ ഈശ്വരന്റെ നിശ്ചയമാണ്. ഇനി ഏതുപോലെയൊക്കെ നമ്മൾ നിയന്ത്രണത്തിന് അധീനമാണ്, നിയന്ത്രണ വിധേയമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു 10ാമത്തെ ശ്ലോകം. യഥാ ദാരുമയി നാരി യഥാ യന്ത്രമയോ മൃഗഃ ഏവം ഭൂതാനി മഘവൻ ഈശതന്ത്രാണി വിദ്ധി ഭോ. ഭോ മഘവൻ, അല്ലയോ മഹേന്ദ്ര, ദാരുമയി നാരി, മരം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ത്രീ പ്രതിമ, യഥാ ഏതു വിധമാണോ, യന്ത്രമയ യന്ത്രസജ്ജിതമായ മൃഗഃ മൃഗരൂപം, യഥാ ഏതു വിധമോ, ഏവം ഭൂതാനി ഇങ്ങനെ പ്രതിമ അല്ലെങ്കിൽ ഒരു മൃഗരൂപം, കീ കൊടുത്ത് ഓടുന്ന കളിപ്പാട്ടം പോലെ. അപ്പോൾ ആരോ ഒരാൾ കീ കൊടുത്താൽ മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത്. എന്നാൽ അത് നിർത്തണം എന്ന് തോന്നിയാൽ ഒന്ന് പിടിച്ചു വെച്ചാൽ മതി, അപ്പോഴത് നിർത്തുന്നു. ഇതുപോലെ ഏവം ഭൂതാനി പ്രാണികളൊക്കെ ഈശതന്ത്രാണി ഈശ്വരന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്നവയാണെന്ന് വിദ്ധി, നീ ധരിച്ചുകൊള്ളുക. ഇനി സാഖ്യതത്വപ്രകാരം പറയുന്നത് പ്രകൃതി പുരുഷ സംഘാതമാണ് ഇവിടെയുള്ള ഈ സൃഷ്ടിക്ക് കാരണം എന്നാണ്. അപ്പോഴും വൃത്രാസുരൻ പറയുകയാണ്, പ്രകൃതി പുരുഷ സംഘാതമൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ വേണമെങ്കിൽ കാരണം എന്ന് പറയാം, പക്ഷേ അതിനും പുറകിൽ അവയെ ഘടിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് ഈശ്വരനുണ്ട്. അതാണ് 11ാമത്തെ ശ്ലോകം. പുരുഷഃ പ്രകൃതിഃ വ്യക്തം ആത്മാ ഭൂത ഇന്ദ്രിയ ആശ്രയാഃ ശക്നുവന്തി അസ്യ സർഗാദൗ ന വിനാ യത് അനുഗ്രഹാത്. പുരുഷഃ ജീവചൈതന്യമായ പുരുഷൻ, പ്രകൃതിഃ മൂലപ്രകൃതി, വ്യക്തം മഹത്തത്വം, ആത്മാ അഹങ്കാരം, ഭൂതങ്ങൾ ആകാശാദി പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയം നേത്രാദി ഇന്ദ്രിയങ്ങൾ, ആശയാഹ ബുദ്ധ്യാദി അന്തഃകരണ പ്രവൃത്തികൾ. ഇവയൊക്കെ തന്നെ യത് അനുഗ്രഹാതു വിന യാതൊരു സർവേശ്വരന്റെ അനുഗ്രഹമില്ലാതെ അസ്യ ഈ ലോകത്തിന്റെ സർഗാദൗ സൃഷ്ടിയാദിയിൽ നശക്നുവന്തി സമർത്ഥങ്ങളാവുകയില്ല. അപ്പോൾ ഇതാണ് സൃഷ്ടിക്ക് കാരണമെന്ന സാഖ്യമതത്തെ നിരാകരിക്കുകയാണ്. കാരണം സാഖ്യമതമൊക്കെ ഈശ്വരൻ എന്നൊരു ശക്തിയുടെ ആ പ്രഭാവത്തെ നിരാകരിക്കുന്ന മതമായിട്ടാണ് പറയുക. അതുകൊണ്ടാണ് അതിനെയൊക്കെ നാസ്തികവാദങ്ങളായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് മീമാംസ മതം എന്നൊരു മതമുണ്ട്. അവർ പറയുന്നത് സ്വകർമ്മവശാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ സൃഷ്ടിക്ക് കാരണം എന്നാണ്. അതിനെയും നിരാകരിക്കുന്നു. 12ാമത്തെ ശ്ലോകം. അവിദ്വാൻ ഏവം ആത്മാനം മന്യത്തെ അനീശം ഈശ്വരം ഭൂതൈഃ സൃജതി ഭൂതാനി ഗ്രസത്തെ താനി തൈഃ സ്വയം. അവിദ്വാൻ
അറിവില്ലാത്തവനാണ് അനീശം അസ്വതന്ത്രനായിട്ടുള്ള ആത്മാനം ജീവനെ, നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ഈ ജീവൻ പോലും മായയിൽ പെട്ടതുകൊണ്ട് അസ്വതന്ത്രമാണ്. അങ്ങനെയുള്ള ആ ജീവൻ എങ്ങനെയാണ് സ്വതന്ത്രമായിട്ടൊരു സൃഷ്ടി നടത്തുന്നത്? ഇങ്ങനെയുള്ള ആ ജീവനെ ഈ മീമാംസാകാരന്മാർ ഇപ്രകാരം ഏവം ഈശ്വരം മന്യതേ, സ്വതന്ത്രനായ ഈശ്വരനായിട്ട് കരുതുന്നു. എന്നാൽ സ്വയം യഥാർത്ഥത്തിലുള്ള ആ സർവാത്മാവ് പരമേശ്വരൻ ഭൂതൈഹി പ്രാണികളെ കൊണ്ട് ഭൂതാനി പ്രാണികളെ സൃജതി സൃഷ്ടിക്കുന്നു. പ്രത്യക്ഷത്തിൽ നമുക്ക് സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് ഇവിടെ സൃഷ്ടി നടക്കുന്നു എന്ന് പറയാം. പക്ഷേ അവർ പോലും അറിയാതെ നടക്കുന്ന ചില കർമ്മങ്ങളുണ്ട് സ്ത്രീയുടെ ശരീരത്തിൽ. അതാര് നിശ്ചയിക്കുന്നു? അതിനുത്തരമില്ല. അതാണ് ആ സർവാത്മാവായ ഈശ്വരൻ. ഇങ്ങനെ പ്രാണികളെ കൊണ്ട് പ്രാണികളെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയാലും അതിനു പുറകിലും ആ ഈശ്വരന്റെ കൈകളാണ്. അങ്ങനെ ഈ പ്രാണികളെ കൊണ്ട് തന്നെ തൈഹി താനി ഗ്രസത്തെ, അതായത് ഇവിടെ ആളുകൾ മരിക്കുന്നതിന് പല കാരണങ്ങളാണ്. ഒന്ന് അസുഖം. എന്താണ് ഈ അസുഖം? ഉള്ളിൽ വരുന്ന ബാക്ടീരിയ പോലെയുള്ള കാര്യങ്ങൾ, വൈറസ്, ബാക്ടീരിയ, ഇതൊക്കെ. അപ്പോൾ ഈ വൈറസും ബാക്ടീരിയയും ഒക്കെ പ്രാണികളാണ്. അപ്പോൾ പ്രാണികളെ കൊണ്ട് സൃഷ്ടിക്കുന്നു, പ്രാണികളെ കൊണ്ട് തന്നെ അവരുടെ നാശവും നടത്തുന്നു. ഇതിനെല്ലാം പുറകിൽ ആ ഈശ്വര ശക്തിയാണ്. ഇനി ഒരാളുടെ നല്ല കാലം വരുമ്പോൾ അയാൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി വരുന്നത് കാണാം. എന്നാൽ ഇതേ കാര്യം അയാളുടെ കഷ്ടകാലത്ത് ചെയ്തു നോക്കൂ, എല്ലാം വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക. അതിന് കാരണമായി തീരുന്ന ആ കാലം, ആ കാലശക്തി, ആ കാലശക്തിയായ ഈശ്വരനാണ് നമുക്ക് അനുകൂലമായും പ്രതികൂലമായിട്ടും ഇരിക്കുന്നത്. അതാണ് 13ാമത്തെ ശ്ലോകം. ആയുഹു ശ്രീഹി കീർത്തിഹി ഐശ്വര്യം ആശിഷഃ പുരുഷസ്യയാഹ ഭവന്തി ഏവ ഹി തത്കാലേ യഥാ അനിച്ഛോഹോ വിപര്യയാഹ. ആയുഹു ആയുസ്, ശ്രീഹി സമ്പത്ത്, കീർത്തി യശസ്, ഐശ്വര്യം പ്രഭാവം, യാഹ ഇങ്ങനെ ഓരോ മനുഷ്യനുമുള്ള എന്തൊക്കെ ആശിഷഃ അഭിലാഷങ്ങളുണ്ടോ അവയൊക്കെ ഒരു പുരുഷസ്യ വ്യക്തിക്ക് തത്കാലേ ഏവഹി, അതായത് ഈശ്വരാനുകൂലമുള്ള കാലത്ത് മാത്രം. അതാണ് നമ്മുടെ നല്ല കാലം. ഈ നല്ല കാലത്തിന് കാരണം നമ്മുടെ പുണ്യപ്രവൃത്തിയാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് നമ്മളുടെ പുണ്യപ്രവൃത്തിയുടെ കാലം വരുന്ന കാലം നല്ല കാലം. ആ നല്ല കാലത്ത് അത്രയും ഈശ്വരാനുഗ്രഹം കൂടിയിരിക്കുന്ന കാലമാണെന്നാണ് അതിനർത്ഥം. കാരണം പുണ്യപ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഈ നല്ല കാലം വന്നത്. അപ്പോൾ ആ പുണ്യപ്രവൃത്തിയുടെ അനുഗ്രഹം ഈശ്വര അനുകൂലമായി നമുക്ക് ഭവിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടകാലം വരുന്നത്? ഏതോ ജന്മത്തിൽ ചെയ്ത ദുഷ്പ്രവൃത്തി കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈശ്വരനിൽ നിന്ന് അകന്നിരിക്കും. ആ ദുഷ്പ്രവൃത്തിയുടെ ഫലമായിട്ട് വരുന്ന കഷ്ടകാലത്തിൽ സ്വാഭാവികമായും ഈശ്വരാനുഗ്രഹം കുറഞ്ഞിരിക്കും. അതിനെയാണ് ഇവിടെ പറയുന്നത് യഥാ അനിച്ഛോഹോ. അതേസമയം ഈശ്വരൻ നമുക്ക് വിപരീതമായിട്ടിരിക്കുമ്പോൾ, ഈശ്വരാനുഗ്രഹം വിപരീതമായിട്ടിരിക്കുമ്പോൾ മോശം സംഭവിക്കരുത് എന്ന് ചിന്തിച്ചാലും, അതാണ് അനിച്ഛോഹോ, ആരും എനിക്ക് അസുഖം വരണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇച്ഛിക്കാത്തവന് വിപര്യയാഹ, എല്ലാറ്റിൻ്റെയും വിപരീത അവസ്ഥ വരും. അപ്പോൾ ആയുസ്സിന് പ്രശ്നം വരുന്ന രീതിയിൽ അത്ര വലിയ അപകടം അല്ലെങ്കിൽ രോഗാവസ്ഥ മൂർച്ഛിക്കുക, ഇങ്ങനെയൊക്കെ വരും. കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ പോകും. അതുവരെ ഉണ്ടാക്കിയ പ്രശസ്തിക്ക് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും. ഒരുപക്ഷെ ചെയ്തത് എപ്പോഴോ ആയിരിക്കാം, പുറത്തു വരുന്നത് ഈ കഷ്ടകാലത്തിലാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാറ്റിനും പുറകിൽ കാലശക്തിയായ ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് ഇന്ദ്രനോട് പറയുന്നു, നീ ഒരിക്കലും വിജയത്തിൽ അഹങ്കരിക്കരുത്.
എന്നാൽ തോൽവിയിൽ പതറാനും പാടില്ല. 14-ാമത്തെ ശ്ലോകം. തസ്മാത് അകീർത്തി യശസോഹോ ജയ അപജയയോഹോ അപി സമഃ സ്യാത് സുഖദുഃഖാഭ്യാം മൃത്യുജീവിതയോഹോ തഥാ. തസ്മാത് അതുകൊണ്ട് എല്ലാറ്റിനും ഈശ്വരന്റെ ഒരു നിയന്ത്രണം ഉണ്ട് എന്ന് മനസ്സിലാക്കി അകീർത്തി യശസോഹോ അകീർത്തിയിലും കീർത്തിയിലും ജയ അപജയയോഹോ വിജയത്തിലും പരാജയത്തിലും സുഖ ദുഃഖാഭ്യാം സുഖത്തിലും ദുഃഖത്തിലും തഥാ മൃത്യുജീവിതയോഹോ അതുപോലെ മരണത്തിലും. മരണം നമ്മെ ദുഃഖിപ്പിക്കുന്നത് നമ്മുടെ അല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ. അപ്പോൾ അവർ കൂടെ ഉണ്ടാകുന്ന ആ ജീവിതത്തിലും അവർ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചാൽ നമ്മൾ ഒരുപാടങ്ങ് ആ വ്യക്തിയിലേക്ക് നമ്മുടെ സന്തോഷത്തെ കാണുകയില്ല, കണ്ടെത്തുകയില്ല. പലപ്പോഴും നമ്മുടെ ദുഃഖത്തിന് കാരണമായി തീരുന്നത് നമ്മുടെ സന്തോഷം നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ കണ്ടെത്തുന്നത് കൊണ്ടാണ്. അതിനു പകരം അവനവനെ സ്നേഹിക്കുക, അവനവനെ ശുദ്ധീകരിക്കാൻ ഓരോ നിമിഷവും ചെലവഴിക്കുക, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് മനസ്സിൽ ഓരോരോ സാധന അവനവനായിട്ട് തന്നെ സ്വീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ഹൃദയശുദ്ധി വരുമ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാറ്റിനോടും ഒരു സ്നേഹം തോന്നും. അതിന് ഇന്ന വ്യക്തി കൂടെ വേണം എന്നൊന്നുമില്ല. പ്രകൃതിയിലെ ഓരോ പ്രാണികളോടും ഇലയോടും പൂച്ചയോടും പക്ഷികളോടും മരങ്ങളോടും എല്ലാറ്റിനോടും എന്തെന്നില്ലാത്തൊരു ഇഷ്ടം നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല. കുറേ ചെടികളുടെ നടുവിലാണെങ്കിൽ ആ ചെടികളെല്ലാം എൻ്റെ ആരൊക്കെയോ ആണ്, സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്, മക്കളാണ്. ഇങ്ങനെ ഏത് രീതിയിലും നമുക്ക് കരുതി ജീവിക്കാം. നമ്മുടെ മനോഭാവമാണ് നമുക്ക് സുഖവും ദുഃഖവും തരുന്നത്. ഇങ്ങനെ സമഃ സ്യാത് എല്ലാറ്റിലും സമബുദ്ധിയായിട്ടിരിക്കാൻ സാധിക്കണമെന്ന് ഇന്ദ്രന് ഉപദേശിക്കുകയാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ സ്വഭാവ വ്യത്യാസങ്ങൾക്ക് കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രകൃതി ഗുണങ്ങളായ സത്വരജ സ്തമോ ഗുണങ്ങളാണ്. എന്നാൽ അതൊന്നും തന്നെ നമ്മളല്ല, അത് നമ്മുടെ പ്രകൃതിയാണ് എന്ന് മനസ്സിലാക്കണം. 15-ാമത്തെ ശ്ലോകം. സത്വം രജഃ തമഃ ഇതി പ്രകൃതേഹേ ന ആത്മനഃ ഗുണാഃ തത്ര സാക്ഷിണം ആത്മാനം യോ വേദ ന സ ബധ്യതേ. സത്വം രജഃ തമഃ ഇതി ഗുണാഃ ഈ ഗുണത്രയങ്ങൾ പ്രകൃതേഹേ പ്രകൃതിയെ സംബന്ധിച്ചവയാണ്. അത് ആത്മനഃ ന നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചവയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മെ ഒരു സാക്ഷിയായിട്ട് വീക്ഷിച്ചുകൊണ്ടേയിരുന്നാൽ ചില സമയത്ത് നമ്മൾ വല്ലാതെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് ജോലി ചെയ്ത് ഒരാവേശത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മെ നോക്കിയിട്ട് ഇന്ന് എന്താണ് ഇത്ര ആവേശം എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഇന്ന് എന്തോ ഒരു നല്ല ഊർജം കാണുന്നുണ്ടല്ലോ, എന്താണ് ഇന്ന് പറ്റിയത് എന്ന് നമ്മൾ സാക്ഷിയായിട്ടിരുന്ന് നമ്മളോട് ചോദിക്കുക. അതേസമയം ചില സമയത്ത് വളരെ സാത്വികമായ ഒരു ഭാവത്തിൽ ജപിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെയുള്ളൊരു മാനസികാവസ്ഥയായിരിക്കും. വേറെ ഒന്നും ചെയ്യാൻ തോന്നില്ല, ശാന്തമായിരിക്കാൻ. അപ്പോൾ മനസ്സിനെ അഭിനന്ദിക്കുക, കൊള്ളാം, ഇപ്പോൾ നല്ല ഒരു സാത്വിക ഭാവത്തിലാണല്ലോ എന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ രണ്ട് വ്യക്തികളായിട്ടിരുന്ന് നമ്മൾ നമ്മളെ നോക്കിക്കാണുക. എന്നാൽ ചില സമയത്ത് വല്ലാത്തൊരു ക്ഷീണമോ ഇനി അല്ല എന്തോ ഒരു അലസത, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അതിനെ ഒരുപാട് സാധനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും ഒരു പക്ഷേ ജപിക്കാൻ പോലും തോന്നാത്ത വിധത്തിലൊരു അലസത. അതിനെ മറികടക്കാനായിട്ട് ബലമായി നമ്മൾ ജപിക്കാനൊന്നും പോവേണ്ടതില്ല. അന്നത്തെ ദിവസം ഒന്ന് വിശ്രമിക്കൂ. വിശ്രമിക്കാനാണ് തോന്നുന്നതെങ്കിൽ, ജപിക്കാൻ തോന്നുന്നില്ല എങ്കിൽ എന്തെങ്കിലും നാമം വെച്ചിട്ട് അവിടെ ടിവിയിലോ മൊബൈൽ ഫോണിലോ ജപം വെച്ചിട്ട് അവിടെ സോഫയിൽ കുറച്ചു നേരം കിടക്കൂ, ഉറങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇന്നലെയൊക്കെ ഞാൻ ജപിച്ചതായോ ഇന്ന് ജപിക്കാൻ പറ്റിയില്ല, ഭഗവാൻ കോപിക്കുമോ, അങ്ങനെയൊന്നുമില്ല. ക്ഷീണം വന്നാൽ കിടക്കണം, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കർമ്മമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളോട് പറയുക, ഇന്ന് എന്തോ ക്ഷീണമാണല്ലോ, സാരമില്ല, ഇന്ന് വിശ്രമിക്കൂ എന്ന്
സാക്ഷിണം, സാക്ഷിയായി നിൽക്കുന്നവനായിട്ട് നമ്മൾ നമ്മെ തന്നെ ഒന്ന് നോക്കിക്കാണണം. ഇങ്ങനെ നമ്മൾ നമ്മെ സാക്ഷിയായിട്ട് യഹവേദ, യാതൊരുവൻ അറിയുന്നുവോ, സഹനബദ്ധ്യതേ, അവൻ ഹർഷതാപങ്ങളാൽ ബദ്ധനാവുകയില്ല. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.